നരേന്ദ്രമോദിയുടെ എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയെ കൊന്ന സംഘത്തിൻ്റെ കയ്യിൽ ഇന്ത്യ എത്തിച്ചു കൊടുത്ത മഹാദ്രോഹികളാണ്, ഗാന്ധിജിയുടെ ശിഷ്യന്മാരാണെന്ന് പറഞ്ഞു നടക്കുന്ന കോൺഗ്രസ്സുകാർ. ഇപ്പോൾ അതൊക്കെ വിട്, ഞാൻ വല്ലതും പറഞ്ഞു പിടിപ്പിക്കും. പിന്നെ ഇത്തവണ മത്സര രംഗത്തില്ലെങ്കിലും പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു മുൻ മന്ത്രിയായിരുന്ന എം മണി. ഇപ്പോൾ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ഇപ്പോൾ വോട്ടെണ്ണാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. എന്തായിരിക്കും നാളെ കേരളത്തിൽ സംഭവിക്കുക? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലവിലുള്ളതിലും കൂടുതൽ സീറ്റ് നേടി അധികാരത്തിൽ വരും എന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്, എനിക്കുള്ളത് അതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാഴ്ചപ്പാടും അതാണ്. കാരണം അങ്ങനെ വരാതിരിക്കാൻ മറ്റൊരു സംവിധാനം ജനങ്ങളുടെ മുമ്പിലില്ല. രാജ്യം BJPയുടെ കൈ കൊണ്ട് കൊടുത്ത കോൺഗ്രസ്സാണ് UDF. രാജ്യം നരേന്ദ്രമോദിയുടെ എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയെ കൊന്ന സംഘത്തിൻ്റെ കയ്യിൽ ഇന്ത്യ എത്തിച്ചു കൊടുത്ത മഹാദ്രോഹികളാണ്, ഗാന്ധിജിയുടെ ശിഷ്യന്മാരാണെന്ന് പറഞ്ഞു നടക്കുന്ന കോൺഗ്രസ്സുകാർ. അവർ അതിനെയെല്ലാം ചേർക്കാൻ കഴിയുന്ന ശക്തിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഇവിടെങ്കിലും ഇവന്മാരെ കടന്നു വരുന്ന തടയാൻ ഞങ്ങൾക്കല്ലാതെ വേറൊരു ശക്തിക്കും ഈ സൂര്യൻ്റെ താടി ഒരു ശക്തിയില്ല എന്നാണ് ഞാൻ കരുതുന്നതാണ്. കോൺഗ്രസ്സിന് ഒരു ചുക്കും ചെയ്യാനും കഴിയില്ല. ചെയ്തത് അപ്പനും മകളും നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ശാസ്ത്രിയും എല്ലാം കൂടെ ചെയ്ത് ഒരു വരുവാകിയല്ലോ ഇപ്പം. അതുകൊണ്ട് അതേപ്പറ്റി കൂടുതൽ പറയാതിരിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഭൂരിപക്ഷവും UDF അധികാരത്തിൽ വരും എന്നുള്ളതാണ് പറയുന്നത്. എക്സിറ്റ് പോൾ അതൊക്കെ വിട്, ഞാൻ വല്ലതും പറഞ്ഞു പിടിപ്പിക്കും. പിന്നെ അത് വിടുന്നത് അങ്ങനെ എന്തെല്ലാം പോൾ പറഞ്ഞിട്ടുണ്ട്. പല പോളും തെറ്റിയിട്ടില്ലേ? ഉണ്ടല്ലോ. ഒരിക്കലും ആശാൻ ഇവിടെ തോക്കുമെന്ന് പറഞ്ഞ എക്സിറ്റ് പോളാണ്. ഞാൻ ജയിച്ചില്ലേ? അതെ, ഞാൻ തോക്കുമെന്ന് കഴിഞ്ഞ തവണയും പറഞ്ഞു നമ്മൾ. പക്ഷേ 38,305 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ആദ്യം 1,100 ചില്ലാനും പിന്നെ 38,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം. അതുകൊണ്ട് അവർ പറയുന്നതിലൊന്നും ഒരു കാര്യവുമില്ല. ജനങ്ങൾ ചെയ്തിരിക്കുന്ന അയാൾ പെട്ടിയിലിരിക്കുകയല്ലേ. അല്ല, ഭരണം കിട്ടുമെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ്സിൽ മുഖ്യമന്ത്രി ചർച്ചകൾ വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തന്നെയാണ് ഇവന്മാരുടെ വിവരക്കേട്. യാതൊരു നീതിബോധവും മര്യാദയും ജനാധിപത്യ ബോധവും ഇല്ലാത്ത വൃത്തികെട്ടവന്മാരവന്മാർ. ഞാൻ ചോദിക്കട്ടെ, തെരഞ്ഞെടുപ്പ് വെട്ടിക്കാത്തിരിക്കുക വോട്ട് എണ്ണിയില്ല. അവർ വരുമെന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. നമ്മൾ നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം തന്നെ മുഖ്യമന്ത്രി ചർച്ച നടത്തുമെന്ന് പറഞ്ഞാൽ ഇത്രയും പരമ വിഡ്ഢികളാരാ ഉള്ളത്? മുഖ്യമന്ത്രി മാത്രമല്ല, മന്ത്രിമാരുടെ എണ്ണം വരെ ആയിട്ടുണ്ട്. ഇത്രയും പരമ വിഡ്ഢികൾ അവരെ പോലെ വേറെ ആരാ ഉള്ളത് രാഷ്ട്രീയത്തിൽ? ആറ്റക്ക് ഇവിടെ കാര്യം പറയാതിരിക്കുക. ഞാൻ പോവുക. അല്ല, ഒറ്റ കാര്യം കൂടി. ഇപ്പോൾ നാളെ അപ്പോൾ വോട്ടെണ്ണുമ്പോൾ മൂന്നാം പിണറായി സർക്കാർ വരുമെന്നാണ് പ്രതീക്ഷ അല്ലേ? നിശ്ചയമായും വരും എന്നാണ് പ്രതീക്ഷ. ഇടുക്കിയിലെ 5 സീറ്റും ജയിച്ചാൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് ഞാൻ കരുതുന്നത്. തൊടുപുഴ PJ ജോസഫ് ഇല്ലാത്തത് ഒരു അനുകൂല സാഹചര്യവും കൂടാണ്. നിലവിൽ 4 ഉള്ളതാണ്. 5 സീറ്റും ജയിച്ചാൽ അത്ഭുതപ്പെടാനില്ല. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എം മണി ഉള്ളത്. ഇടുക്കിയിലെ 5 സീറ്റുകൾ വിജയിക്കും, അതിലുപരി സംസ്ഥാനത്ത് 3ാം തവണയും സർക്കാർ അധികാരത്തിൽ വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എം മണി ഉള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതി മാങ്ങാനത്തിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.